ഡാർക്കാണല്ലോ മച്ചാനെ. ഒന്ന് പോയേ. എണീറ്റേ. നീ ഇപ്പൊ കുളിച്ചിട്ട് വാ, എനിക്ക് തലവേദന എടുക്കും. എഴുന്നേക്കല്ലേ, വാ. ഇപ്പൊ ശരിയാക്കി തരാം. വാ, വാ. എങ്ങോട്ടാ? അതൊക്കെയുണ്ട്. Cheers. എന്തായാലും ഈ ഹൈക്കൊരു ആശ്വാസമായി. അത് ശരി. ഞാൻ ഈ പരിപാടിയായി നിൽക്കുമ്പം പ്രൊമോഷന്റെ കുറ്റബോധം മാറ്റാനാണല്ലേ ഈ കുപ്പി. നീ എന്താണ് ഒരു മാതിരി? ആർക്ക് കിട്ടിയാലെന്താ, നമ്മുടെ കാശല്ലേ. എന്നാ എനിക്ക് പീറോ ബീറൊന്നും പറ്റില്ല. നീ എന്നെ റാഡസിൻ ബ്ലൂവിൽ കൊണ്ടുപോകണം നിന്റെ ചെലവിന്. ഓക്കെ? നീയേ ഡയറക്റ്റ് ചെയ്താൽ മതി, അഭിനയിക്കണ്ട. എന്തോരു നാളാടാ ഞാൻ ഈ പടത്തിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്. എൻ്റെ പാതി എക്സ്പീരിയൻസും കഴിവുള്ളവന്മാരൊക്കെ ഇതേ സെക്കൻഡ് പടം അനൗൺസ് ചെയ്തു. സിനിമയിലടി ശരിയാവുന്നേ. ആ റോബി ഫ്രീ ആണെങ്കിൽ അടുത്ത പടത്തിൽ അസോസിയേറ്റഡ് ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പോയാലോ ആലോചിക്കാം. നമ്മളിനി അസ്റ്റില്ലെന്ന് ഉറപ്പിച്ചല്ലേ. അതെ, മതി മതി മതി. ഇനി അടിച്ചിനി ഓവറാക്കണ്ട. കുറച്ചുകൂടെ. വാ 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 വാ. ഇതാണ് പറയണത്, വയററിഞ്ഞു കുടിക്കണം. മതി 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 മതി. ഇനി ഇവിടെ ഒന്ന് ഓവറാവും, ചളവാവും. വാ. വാ. ഹലോ സാറാ, ദിസ് ഈസ് മീ സന്ദീപ്, പ്രൊഡ്യൂസർ സന്ദീപ്. പറയൂ സർ. എന്ത് ഉറക്കമാടൂ, എത്ര തവണ വിളിച്ചു? സാർ ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. തൻ്റെ കഥ ഞാൻ നമ്മുടെ രാഹുലിൻ്റെ അടുത്ത് പറഞ്ഞു. അവനത് ഭയങ്കര ഇഷ്ടമായി. നമുക്ക് ഈ പടം ചെയ്യാടോ? സാർ ഞാൻ പറഞ്ഞില്ലേ, സ്ക്രിപ്റ്റ് ഞാൻ തരില്ല. താൻ ആ സ്ക്രിപ്റ്റ് തരുമൊന്നും വേണ്ട, ഇതൊന്ന് സംവിധാനം ചെയ്തു തന്നാൽ മതി. അല്ല അപ്പൊ സാർ ഇന്നലെ പറഞ്ഞത്? ഇന്നലത്തെ കാര്യം ഇന്നലെ. നാളെ താൻ ഓഫീസിൽ വരികയാണെങ്കിൽ എഗ്രിമെന്റ് ഒപ്പുവയ്ക്കാം. ഇപ്പോൾ 1-2 പ്രോജക്ട്സ് റോളിംഗ് ആണ്, അത് കഴിഞ്ഞ ഉടനെ ഷൂട്ടിംഗ്. സൈ ഒരു 6 months താൻ തകൃതിയായിട്ട് പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയോ? ശരി സർ, താങ്ക് യു സർ. ഓക്കെ. മുട്ടയില്ലടോ? എനിക്ക് 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 എന്റെ പ്രൊഡ്യൂസർ സെറ്റായി. പ്രൊഡ്യൂസർ റെഡിയായി. പ്രൊഡ്യൂസർ എവിടെ? സിനിമ ഓണാൻ പോണു, പ്രൊഡ്യൂസർ റെഡിയായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഒരു 1.5 ബിയർ അടിച്ചതിന് എന്തൊരു ഓവറാക്കലാടോ. സാധാരണ നൈറ്റ് തന്നെ വാള് വെച്ച് തീർക്കുന്നതാണല്ലോ, ഇതെന്താണാവോ സംഭവിച്ചത്? ഓ, എടോ എടോ, താനും ഓക്കെ അല്ലേ? ഇതുവരെ
ഇതിലും വരാം. 2 വര. 2 ഒരേ വരയാണല്ലോ. അതിലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് മാഞ്ഞു പോകാൻ പോണൊന്നുമില്ല. പ്രിക്കോഷൻസ് ഒക്കെ എടുത്താണല്ലോ. എന്നാലിത് എങ്ങനെ സംഭവിച്ചു? പീരിയഡ്സ് ഇത്രയും ലേറ്റ് ആയപ്പോ നിനക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുള്ളതല്ലേ. സിനിമ നടക്കാത്തതിന്റെ സ്ട്രെസ്സാന്നാ വിചാരിച്ചത്. വെറുതെ ഞാൻ ആ ബിയറിനെ പിരാക്കി. അയ്യോ, ഇതറിയാതാണല്ലേ നമ്മൾ ഇന്നലെ വെള്ളമടിച്ചേ. അതിന് അല്ല, പ്രഗ്നന്റ് ആയിരിക്കുമ്പോ വലിയും കൂടിയും പാടില്ല എന്നല്ലേ? എന്നെ ഇപ്പൊ കേട്ടിട്ട് എന്റെ ടെൻഷൻ അതാണെന്നാണോ നിനക്ക് തോന്നണേ? ഇവിടെ ഞാനിങ്ങനെ അപ്പോഴത്തെ ഒരു ഡോണ്ട് ടച്ച് മീ. നീ തൊട്ടൊക്കെ മതി. നമ്മുടെയാ. ലാസ്റ്റ് പീരീഡ്സ് എന്നായിരുന്നു? ഡേറ്റ് ഓർമ്മയില്ല. 2 മാസം മുമ്പാന്ന് തോന്നുന്നു. 60 days. വേറെന്തെങ്കിലും അസുഖമുള്ള ആളാണോ? ഇല്ല ഇല്ല. ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കണം, പിന്നെ 1-2 ബ്ലഡ് ടെസ്റ്റും. അത് ചെയ്തിട്ട് വന്നോളൂ. ഓക്കെ. അടുത്ത ആളെ വിളി. വെൽക്കം ടു ദ ക്ലബ് മാൻ. കൺഗ്രാറ്റ്സ് ബോബി. അർജുൻ എൻ്റെ കൊളീഗ. ഇത് നിഷ. നിഷ. ഹാഫിസ് ഡോക്ടറെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടായിരുന്നു. വൈഫിന് എങ്ങനെയുണ്ട്? രാവിലെ എണീറ്റപ്പോൾ തൊട്ട് ഒടുക്കത്തെ ഛർദ്ദൽ. ഭക്ഷണത്തിന് മണം കിട്ടിയാൽ മതി, അപ്പം തുടങ്ങും. വന്നൊരു ട്രിപ്പ് ഇട്ടിട്ട് പോകാമെന്ന് വെച്ചു. ഞങ്ങൾ ഹാഫിസ് ഡോക്ടറെ തന്നെയാണ് കാണിക്കുന്നത്. അടിപൊളി മനുഷ്യനാട്ടോ. അല്ലെങ്കിലും ഈ ഗൈനക്കോളജിയിൽ ആണുങ്ങൾ കുറവാണെങ്കിലും ഉള്ളവന്മാരൊക്കെ പുലികളോ. നമ്മളെക്കാളും നന്നായി നമ്മുടെ ഭാര്യയുടെ സൈക്കോളജി മനസ്സിലാക്കികളെ. എന്നാ പിന്നെ കാര്യം നാളെ ഓഫീസിൽ വെച്ച് കാണാം. ശരി, പോവാം. ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം കുറ്റപരവും നിയമപരവുമായ ശിക്ഷാർഹമാണ്. ലിംഗനിർണ്ണയം ഇവിടെ നടത്തുന്നതല്ല. ഏത് വിളിക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? എന്താണ് ലിസ് ചെയ്ത്? കഴിഞ്ഞ തവണത്തെ പ്രസവത്തോടുകൂടി ഞാനത് നിർത്താമെന്ന് പറഞ്ഞതല്ലേ? ഇതിപ്പോൾ എത്രാമത്തെ? 5
4. 42 വയസ്സായില്ലേ നിങ്ങൾക്ക്? ഈ പ്രായത്തിലൊക്കെ ഡെലിവറി എന്തോ റിസ്ക്കാന്നറിയാവോ, നിങ്ങൾക്കും കുഞ്ഞിനും. അത് ഭർത്താവ്. ആ, കർത്താവ് തരുന്നല്ലെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ? അവസാനം കർത്താവ് വിളിക്കുന്നതിന് മുമ്പേ പോകേണ്ടി വരും കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. കർത്താവല്ല ഡോക്ടർ, ഭർത്താവ്. ഭർത്താവാണ് അതൊക്കെ തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ? ഇങ്ങനെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെന്താ പറയാത്തത്? ഞാൻ കഴിഞ്ഞവണ്ണം മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. പിന്നെ ഹെവി ആയിട്ടുള്ള ജോലികളൊന്നും ചെയ്യണ്ട കേട്ടോ. ചെല്ല്. ഓൾ റിസൾട്ട് സർ. സാറാ വിൻസെന്റ്. ഇരിക്കെ. ഞാനിവിടെ ജോയിൻ ചെയ്ത കാലം തൊട്ടുള്ള പ്രസവമാണ്. പാവം. ആ, ഹാപ്പി ആയിട്ടിരിക്കുക രണ്ടുപേരും. കൺഫേംഡ് ആണ്? എനിക്കിത് വേണ്ട ഡോക്ടർ. ഇത് ആക്സിഡന്റൽ പ്രഗ്നൻസിയാണ്, കോൺട്രസെപ്റ്റീവ് ഫെയിലിയർ. സാറേ നമുക്കൊന്ന് ആലോചിച്ചിട്ട്. ഇനി എന്താ ആലോചിക്കാനുള്ളത്? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യം. ഹലോ ഹലോ, ഇത് രണ്ടുപേരും കൂടി ഇവിടെ ഇരുന്ന് പെട്ടെന്ന് തീരുമാനിക്കേണ്ട കാര്യമല്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കും. എന്നിട്ട് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എൻ്റെ OP കഴിഞ്ഞിട്ടൊരു കൗൺസിലിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എന്നോട് തീരുമാനം പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ ഡോർ തുറക്കാം. കൺഗ്രാറ്റ്സ് മാൻ. എടാ നിനക്ക് എത്ര ആളെ കിട്ടുള്ളൂ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് അർജുൻ വിളിച്ചു പറഞ്ഞപ്പോ അത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്റെ മോളെ, നീ ഇതുവരെ ഒന്നും എടുത്തില്ലയോ? എന്നതാ ഇത്? കഴിക്കാനൊന്നും ഇല്ലയോ? ഇത് മാത്രമേ ഉള്ളൂ? അയ്യോ അല്ലല്ല, ഇനിയുണ്ട്. ആ, അതുകൊണ്ട് അങ്ങോട്ട് പോയി. വേറെ ഒന്നും ഇല്ലയോ? ഉണ്ടമ്മ. ഓ, എടുക്ക എന്റെ കുഞ്ഞെ ഒന്ന് വേഗം. ആഹാ, ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വെച്ചേ. അയ്യോ മോളെ, എന്നതായി കാണിക്കുന്നേ? അതൊക്കെ അവളെടുത്ത് വെച്ചോളൂ. മോൾ അവിടെ പോയിരിക്കേ. കൊള്ളാം. വേഗം എല്ലാം എടുത്തോണ്ട് വാ. മോളെടുക്കല്ലേ? ഞാൻ എടുത്തോളാം. എടുക്കൂട്ടോ. വേണ്ടടാ. എനിക്ക് വേണ്ട. തുടങ്ങിയോ? ആ, പ്രാക്ടീസ്. മോള് വാ, നമുക്ക് ബേബിയുടെ അടുത്ത് വാ. ഓ, അതൊക്കെ വെച്ചാ ബേബി ഉണരും. വേണ്ട വേണ്ട. ആ ജീവ, എന്റെ ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഇരിപ്പുണ്ട്. അത് ബാക്കിയുള്ള നെയ്ബേഴ്സിനും കൂടി കൊടുത്തേക്കേ. എന്താടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഡോക്ടർ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഓക്കെ. ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, നിന്റെ ഭാര്യ സാറായിയെ ഇനിമേൽ സാറായി എന്നല്ല വിളിക്കേണ്ടത്,
അവളുടെ പേർ സാറ എന്നായിരിക്കും. ഞാൻ അവളെ അനുഗ്രഹിക്കും. അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും. അവൾ ജനതകളുടെ മാതാവാകും. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഉത്ഭവിക്കും. അപ്പോൾ അബ്രഹാം കമഴ്ന്നു വീണ് ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു, 100 വയസ്സ് തികഞ്ഞവന് കുഞ്ഞ് ജനിക്കുമോ? 90 കഴിഞ്ഞ സാറ ഇനി പ്രസവിക്കുമോ? മോളെ, ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. ഇതെന്റെ മോള് വെച്ചോ. അതാവേ. ആ. ആ. തൽക്കാലം അമ്മച്ചി പോകുന്നവരെ അബോഷന്റെ കാര്യം പറയണ്ട. അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. The number you have dialed is അതെ, ഞാൻ പറയുന്ന പോലെ നീ കേട്ടോ. ഹലോ. ആ സർ, ആ ഞാനിപ്പോൾ തന്നെ ഇറങ്ങാം. നമുക്കൊരു 6 മാസം കഴിഞ്ഞ് ഷൂട്ട് പ്ലാൻ ചെയ്യാം. രാഹുലും അപ്പോൾ ഫ്രീ ആയിരിക്കും. ഒരു 50-60 ഡേയ്സ് മതിയാവില്ലടോ. 30 ദിവസത്തെ 2 ഷെഡ്യൂൾ, ഇടയ്ക്കുള്ള ബ്രേക്ക് ഉൾപ്പെടെ കൂട്ടിയാലും നമുക്ക് അടുത്ത മഴയ്ക്ക് മുമ്പേ പടം റിലീസ് ചെയ്യാം. വെക്കേഷൻ സീസൺ ആയിരിക്കും. ഇഷ്ടം പോലെ ഫാമിലി പടം ഇറങ്ങുന്ന സമയം. അതിനിടയിൽ നമ്മുടെ ഈ ഒരു ത്രില്ലർ, ഓഡിയൻസിന് അതൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. സർ, നമ്മുടെ പടത്തിൽ ഫീമെയിൽ ഫോറൻസിക് സർജൻ്റെ ക്യാരക്ടർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പഴയ ആക്ടർ അഞ്ജലി മാമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ നല്ലതായിരിക്കില്ലേ? അവരിനി ഒരു തിരിച്ചുവരവിന് റെഡി ആവുമോ? ട്രൈ ചെയ്ത് നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ സർ. അവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന് ഭയങ്കര ഹൈപ്പായിരിക്കും. താൻ ട്രൈ ചെയ്തോ? ഞാൻ എന്തായാലും അപ്പോയിൻമെൻ്റ് എടുത്ത് തരാം. ഓക്കെ സർ. ആ ഉണ്ടടാ, എൻ്റെ പോർട്ട്ഫോളിയോയിൽ എല്ലാം ഉണ്ട്. ഹൈറ്റും വെയിറ്റും താടി വെച്ച ഫോട്ടോയും ഷേവ് ചെയ്തും എല്ലാം ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ വാട്സപ്പ് നമ്പർ താ, ഞാൻ അയക്കാം. ആ ശരി, മെയിൽ ഐ ഡിക്ക് മെയിൽ ഐ ഡി ഞാൻ അയക്കാം. നീ അയക്കും, ഞാൻ അയച്ചിട്ടുള്ള. വേണോ? ഞാൻ നിർത്തിയതാ. വലിച്ചിട്ട് അവളുടെ അടുത്തേക്ക് എല്ലാം പറ്റൂല. കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് ഞാനൊരു ബുക്കിൽ വായിച്ചായിരുന്നു. നീ ഇപ്പം ഈ ബുക്കൊക്കെയാണോ വായിക്കണേ? അത് വിട്. മീറ്റിംഗ് എന്തായി? 4:30 സമയമുണ്ട്. കഴിഞ്ഞ മീറ്റിംഗിൽ അവർ എസ്കലേഷൻ അടിച്ചായിരുന്നേ. ഒരു എസ്കലേഷൻ അല്ല അളിയാ, അടിക്കട്ടെ. മോളെ, അകത്ത് കയറിയിരിക്കോട്ടോ, മേടയിൽ പോരും. ആ ശരി. ഇരിക്കും. ഞാനിപ്പോൾ അങ്ങനെ കഥയൊന്നും കേൾക്കാറില്ല കുട്ടി. മാം, ഇത് മാമിന് പറ്റിയ ക്യാരക്ടറാണ്. മാത്രമല്ല മലയാളികളെല്ലാം മാമിന് തിരിച്ചു വരാൻ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ താൻ വെറുതെ പറയുന്നതല്ലേ. എന്നെയൊക്കെ ഇപ്പോൾ ആരോർക്കാനാ? അല്ല മാം. എടുക്കൂട്ടോ. വാഷ്റൂം അവിടെയാ. സാവിത്രി അമ്മ ഒന്ന് കാണിച്ചു കൊടുക്കൂ.
വാ മോളെ. നല്ലോണം ഛർദിച്ചോ, നല്ലതാ. ഭയങ്കര ഛർദിലാണെങ്കിലേ ഇരട്ടക്കുട്ടികളായിരിക്കും. ഞാൻ ഗൂഗിളിൽ വായിച്ചിട്ടുണ്ട്. തനിക്ക് ട്വിൻസ് തന്നെയാ. മാം ഞാൻ കഥ പറയട്ടെ. കഥ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ പറഞ്ഞു. മാം തെയ്ലൻഡിലാണ് നമ്മൾ ഫോറൻസിക് സർജൻ്റെ പാസ്റ്റ് റിവീൽ ചെയ്യണത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. പക്ഷെ ഇത് ഹിറ്റാവണമെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ട കാര്യമൊന്നുമില്ല. ഏതൊരു നല്ല ആർട്ടിസ്റ്റ് ചെയ്താലും ഇത് നന്നാവും. അത്രയ്ക്ക് ഡെപ്ത് ഉണ്ട് ഈ ക്യാരക്ടറിന്. മാം പ്ലീസ്, എനിക്ക് മാഡത്തെ കൊണ്ട് ഈ ക്യാരക്ടർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. സാറയ്ക്കിപ്പം ഞാൻ പറയുന്നത് മനസ്സിലാവില്ല. ഒരു 10 മാസം കഴിയട്ടെ. ഈ വീടും കുട്ടികളെയൊക്കെ വിട്ട് എനിക്ക് 3-4 മാസം ഒന്നും മാറി നിൽക്കാൻ പറ്റില്ല സാറ്. മാഡത്തെ പോലെ ഇത്ര ടാലൻ്റ് ഉള്ള ഒരാളെ വീട്ടിലിരിക്കാന്നൊക്കെ പറഞ്ഞാൽ 2003 തോന്നുന്നു ദാസ് സാർ കലാപം എന്ന് പറയുന്ന സിനിമയുടെ കഥ പറയാൻ ഇവിടെ വന്നിരുന്നു. അന്ന് ഞാൻ അഭിനയമൊക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അശ്വിൻ അന്ന് 1 വയസ്സ്. ഗംഭീര കഥ, അതിലും ഗംഭീര ക്യാരക്ടർ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആ റോള് റോസ്ലിന് പോയത്. അവർക്ക് അതിന് നാഷണൽ അവാർഡ് കിട്ടി, ബെസ്റ്റ് ആക്ട്രസിന്. അന്ന് എനിക്ക് വിഷമം തോന്നി. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ആ അവാർഡിനേക്കാളും എത്രയോ വിലയേറിയ കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് കിട്ടി. അതൊക്കെ കൊണ്ട് ഞാൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു. മോളെ ബാ 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 ബാ, അകത്ത് പോയി കളിച്ചോട്ടോ. ആ, ഇതാണോ കഥ പറയുമെന്നാള്? ആ അതെ അതെ, എങ്ങനെയുണ്ട് കഥ? ഇഷ്ടപ്പെട്ടോ? നല്ല കഥയാ. ഇവളോട് ഇങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കാതെ അഭിനയിക്കാൻ പോയിക്കൂടെ എന്ന് എത്ര കാലമായിട്ട് പറയുന്നതെന്നറിയോ? വല്ല ആഡോ റിയാലിറ്റി ഷോയിലെ ജഡ്ജായിട്ടൊക്കെ പോകാൻ ഞാൻ നേരത്തെ സമ്മതം കൊടുത്താ. അതാകുമ്പോൾ കാശും കിട്ടും. പിന്നെ മലയാളത്തിലെ ഒരു പ്രിയപ്പെട്ട നടിയെ ഞാൻ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നുള്ള പരാതി അങ്ങ് മാറുമല്ലോ. സാറ് ഭാര്യയ്ക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ഹസ്ബൻഡ് ആണല്ലേ? പിന്നെ റെസ്പെക്ട് വുമൺ എന്നല്ലേ? ശരി മാം, ഞാൻ ഇറങ്ങട്ടെ. മാം ആലോചിച്ചിട്ടൊരു തീരുമാനം പറഞ്ഞാൽ മതി. ഓക്കേ, ശരി ശരി. ശരി. ഒരു സമ്മതം കൊടുക്കില്ല.